ഹോപ്പ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഹോപ്പ് ആണ് നമ്മളെ മുന്നോട്ട്. അപ്പൊ ഇന്നൊരു ദിവസം മോശമായതുകൊണ്ടോ ഇന്നൊരു ദിവസം ഇതായതുകൊണ്ടോ നാളത്തെ ദിവസം നന്നാവില്ല എന്നല്ലല്ലോ. അപ്പൊ നാളത്തെ നല്ല ദിവസത്തിനേക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക, നമ്മൾ കഷ്ടപ്പെടുക, നാളെ നല്ല ദിവസം വരുമെന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെ ലൈഫില് എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ തീർന്നു തകർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ, നല്ലതിലും ചീത്തയ്ക്കും ഒക്കെ. ലെറ്റ് us hope for the best. നല്ലതിനു വേണ്ടി അത് മാറി മറിയുമെന്ന് തന്നെ വിചാരിക്കും. ഹോപ്പ് ഉണ്ടായിരിക്കണം, എല്ലാത്തിനും ഒരു ഹോപ്പ്. എന്ത് സംഭവിച്ചാലും എല്ലാം നല്ലതിനാണ് എന്നുള്ളൊരു വിശ്വാസം. അപ്പൊ നമ്മുടെ എനർജി ഒരിക്കലും എന്താവില്ല, ഡൗൺ ആവില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ അടിച്ചടിച്ച് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ വരും നമ്മളെ ഡൗൺ ആക്കാൻ. അപ്പോഴൊന്നും വിട്ടുകൊടുക്കരുത്. ഇപ്പൊ എനിക്ക് ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാല് ഞാൻ പണ്ട് വിചാരിക്കും, ഞാൻ വിചാരിക്കുന്ന പോലെ അയാള് തിരിച്ച് പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇപ്പം ഈ പേഴ്സൺ എന്നെ ഇത്രയും കെയർ ചെയ്യും, ഈ പേഴ്സൺ എന്നെ ഇത്രയും സ്നേഹിക്കും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്പേസസ് ഉണ്ട്. ഈവൻ മൈ സിസ്റ്റർ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ല. സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാറ പൊട്ടിക്കുന്ന പോലെയാണ്. ചുറ്റിക കൊണ്ട് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു. ചിലപ്പോ 50ാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടുന്നത്. അപ്പൊ പാറ എങ്ങനെയാ പൊട്ടിയെന്ന് ചോദിച്ചാ 50ാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റൂ? ഒരു ദിവസം ഏത് പാറയും പൊട്ടും. എപ്പോഴും ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ്. അതായത് ഒരു നൂലിന്റെ മേളിൽ നമ്മളിങ്ങനെ നടക്കുന്ന പോലെയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ലൈഫ്. കാറ്റടിക്കും, അപ്പൊ ഒന്ന് താഴെ വീഴും, തിരിച്ചു കയറുക, തിരിച്ചു നൂലിൽ നടക്കുക. കീപ് വാക്കിംഗ്. നമ്മളെ തട്ടിയിടാൻ പലരും വരും. ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്നവൻ ഇങ്ങനെ ടൈം ചെയ്ത് നമ്മളെ വീഴ്ത്തും. ഇറ്റ് ഹാപ്പൻസ്. ദാറ്റ് ഇസ് ലൈഫ്. പക്ഷെ നിങ്ങൾ വീണിട്ട് അത് തറയിൽ തന്നെ കിടന്ന യു വോണ്ട് കണ്ടിന്യൂ വാക്കിംഗ്. നമ്മളുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് ആണല്ലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി പോവാവുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ എടുത്ത ഒരു റോങ് ഡിസിഷൻ, ചിലപ്പോൾ നമ്മൾ ഒരു തവണ എടുത്ത ഒരു കാര്യം നമുക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ ഒരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ രണ്ടാമതും ആ തെറ്റ് ചെയ്തു എന്നിരിക്കും. ഞാൻ സത്യസന്ധമായിട്ടും ഒരു ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആഗ്രഹിച്ചിട്ടില്ല ഒരാൾക്കും ഞാൻ കാരണം ഒരു മോശം ഉണ്ടാവണം. ഞാനത് എല്ലാ ദിവസവും ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ കാരണം എനിക്കൊരു നന്മ ഉണ്ടാവും. ഞാൻ അതിനുവേണ്ടി ചേട്ടാ എന്നും നിന്നിട്ടുള്ളൂ. എന്നും ഞാൻ ഈ പറഞ്ഞ എല്ലാ മൊമെന്റിനും സഹിച്ചു നിന്നതിനൊക്കെ കാരണങ്ങളാണ്. ഇന്നലെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ, നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആങ്സൈറ്റി. ഇത് രണ്ടും ഒഴിവായി കിട്ടും ഇന്നത്തെ ഈ നിമിഷത്തിൽ സംതൃപ്തമായിട്ട് ജീവിക്കാം. ഇന്ന് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ you will be a better person, a stronger person, and a much more mature